പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ, വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ പെരുന്നാൾ എങ്ങനെയായിരുന്നു എന്ന് കണ്ടാലോ. ഞാനിതാ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുന്നേ തന്നെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാക്കൻ്റെ മക്കൾ വന്നതാണ് പെരുന്നാളിൻ്റെ തലേന്ന് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്താത്തയും വന്നു. ഇത്താത്തയ്ക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് അതിന് ഇത്താത്തയ്ക്ക് ഇട്ട് കൊടുത്തു. രാവിലെ പള്ളി പോകാൻ വേണ്ടി എണീറ്റപ്പോഴാണ് ആഹാ നല്ല മഴ, എങ്ങനെ അപ്പോൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഉപ്പ പറഞ്ഞു ഞാൻ കാർ എടുത്തിട്ട് പോവാണ്, നിങ്ങൾ ബൈക്കിന് വന്നോളി എന്ന് പറഞ്ഞിട്ട് ഉപ്പ പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഭാഗ്യത്തിന് നമ്മൾ പള്ളിയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് മഴ നിന്നു. അങ്ങനെ നമ്മളെല്ലാവരും പള്ളിയിൽ പോയി. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. ചെറിയ ചോക്ലേറ്റ് ഒക്കെ കിട്ടി. ഇത് മുബാറക്, ഇത് മുബാറക്, ഇത് മുബാറക്, ഇത് മുബാറക്. ഇങ്ങോട്ട് പെരുന്നാൾ പൈസ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇക്കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. എപ്പോഴും നമ്മൾ പെരുന്നാളിന് ഫസ്റ്റ് പായസം ഇവിടെ നിന്ന് തന്നെയാണ് കുടിക്കാറ്. അടുത്തതാണ് വലിയൊരു ടാസ്ക്, ഫാമിലി ഫോട്ടോ എടുക്കൽ. ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടില്ല, ഒരാൾ നേരേക്ക് നിൽക്കുമ്പോൾ അടുത്ത ആൾ കുളവും. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ ഒരു ഫിറ്റൊക്കെ എടുത്ത് അങ്ങനെ സങ്കടം മാറ്റിയിട്ട് നമ്മൾ അടുത്തുള്ള കുടുംബക്കാരെ വീട്ടിലൊക്കെ അങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പായസമൊക്കെ കുടിച്ചു. ചെക്കൻ കാണലാണ് ഗൈസ്. പിന്നെ അവരെല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ എല്ലാവരും പെരുന്നാൾ ഫുഡ് കഴിക്കാണ്ടിരുന്നു. ഇപ്രാവശ്യം മന്തിയായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നു ഫുഡെല്ലാം കഴിച്ചു. അത്ര കിട്ടിയോ? മെല്ലെ അതോ മരം നയിച്ച് വികല്ലോ. മെല്ലെ ഓ പിടിച്ച്. ഇത് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിട്ടുള്ള മൾബറിയാണ്. അപ്പോൾ മക്കളെല്ലാവരും അതെടുക്കുന്ന തിരക്കിലാണ്. ബാക്കി അടുത്ത വീഡിയോയിലാണ്.